ഹായ് ഓൾ. വല്ലാത്തൊരു സ്മെല്ല്. ആരും യൂസ് ചെയ്താണോ? എല്ലാവർക്കും അല്ലേ നല്ല പാക്കേജ്. ഹായ് ഓൾ. ഹായ് ഓൾ. ഇന്നത്തെ വീഡിയോ ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. ഞാൻ മീഷോയിൽ നിന്ന് റീസെൻ്റ്ലി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അപ്പം നമ്മുടെ ഫസ്റ്റ് പ്രോഡക്റ്റ് പില്ലോ കവറാണ്. ഇത് വേണ്ടായിരുന്നു. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ വീഡിയോ ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. ഞാൻ മീഷോയിൽ നിന്ന് കുറച്ച് പ്രോഡക്റ്റ്സ് വാങ്ങിച്ചിട്ടുണ്ട്, അതിൻ്റെ അൺബോക്സിങ് ആണ്. ഞാൻ മീഷോയിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പ്രോഡക്റ്റ്സ് ഒക്കെ വാങ്ങിക്കാറുണ്ട് കേട്ടോ. അത്യാവശ്യം അഫോർഡബിൾ ആയിട്ട് കിട്ടുന്ന ഒരു ഏരിയ മീഷോയാണ്. അതേപോലെ ഞാൻ കുറേ പ്രോഡക്റ്റ്സ് വാങ്ങിച്ചിട്ടുണ്ട്. എനിക്ക് ഇതുവരെ അങ്ങനെ വലിയ ട്രാജഡി ഒന്നും ഉണ്ടായിട്ടില്ല. എല്ലാം അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് കിട്ടിയേക്കുന്നത്. ഇന്ന് ഞാൻ വാങ്ങിച്ച പ്രോഡക്റ്റ്സ് ഒക്കെ 200 ബിലോ ഉള്ള പ്രോഡക്റ്റ്സ് ആണ്. എനിക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയ കുറച്ച് പ്രോഡക്റ്റ്സ് ആണ് ഞാൻ വാങ്ങിച്ചത്. ഞാനിത് വാങ്ങിച്ച് വെച്ചിട്ട് കുറേ നാളായി അൺബോക്സ് ചെയ്യുക, ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതുവരെ അൺബോക്സ് ചെയ്യാതിരിക്കുമായിരുന്നു. അപ്പം നമുക്ക് എന്തായാലും ഇന്ന് അൺബോക്സ് ചെയ്യാൻ, ഞാൻ ഇപ്പം നാട്ടിലും പോകാൻ അൺബോക്സ് ചെയ്യാതെ പോയാൽ ശരിയാവില്ല. അപ്പം നമുക്ക് നേരെ അൺബോക്സിലോട്ട് പോവാം. അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് അൺബോക്സ് ചെയ്യാം. ഞാൻ ഓരോന്ന് അൺബോക്സ് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രോഡക്റ്റിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ ഒരു സ്ക്രീൻഷോട്ടോ എന്തെങ്കിലും സൈഡിൽ ആഡ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഈ പ്രോഡക്റ്റ് അൺബോക്സ് ചെയ്യാം. ഇതിൻ്റെ അകത്ത് എന്താണെന്നൊന്നും എനിക്കറിയില്ല, കാരണം വന്നിട്ട് കുറേ ആയി. എനിക്കിനി ഈ പ്രോഡക്റ്റ് ഒക്കെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ റിട്ടേൺ ചെയ്യാൻ പറ്റുമോ എന്ന് പോലും എനിക്കറിയില്ല. ഞാനൊരു സാറ്റിൻ പില്ലോ കവർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ നോർമലി ഇപ്പം കോട്ടൺ പില്ലോ കവറിലൊക്കെ കിടന്നുറങ്ങുന്നത്. സോ ഞാൻ ഇടയ്ക്ക് എൻ്റെ കേളി ഹെയറിന് കുറച്ച് കോൺഷ്യസ് ആയതുകൊണ്ട് ഞാൻ പുതിയ പില്ലോ കവറൊക്കെ വാങ്ങിച്ചു. സാറ്റിൻ പില്ലോ കവർ. ഇതിൻ്റെ കൂടെ സ്ക്രഞ്ചീസ് വരുന്നുണ്ടായിരുന്നു. അതുപോലെ ഹെയർ കവർ ചെയ്യാനുള്ള ഒരു ബൺ പോലത്തെ ഒരു സംഭവം. ബണ്ണല്ല, എനിക്കതിനെന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല. അതും ഇപ്പം ഞാൻ നോക്കാം. ഓക്കെ, ഇതേ ഫസ്റ്റ് ഇതാണ്. ഇതെന്ന് പറയുമ്പോൾ നമ്മൾ രാത്രി കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ ഹെയർ ഫുള്ളായിട്ട് ഇങ്ങനെ കവർ ചെയ്യാം. ഓക്കെ, ലൈക്ക് ഇത് ഈ ഹെയർ ഫുള്ളായിട്ട് കവർ ചെയ്യുന്നൊരു സംഭവമാണിത്. എലാസ്റ്റിക് ആണ്, കണ്ടോ, ഇലാസ്റ്റിക് ആണ്. ഇതിൽ നമ്മൾ നമ്മുടെ ഹെയർ ഫുള്ള് കാണുന്നുണ്ടോ, ഇതിൽ നമ്മൾ ഹെയർ ഫുള്ള് കവർ ചെയ്തിട്ട് കിടന്നുറങ്ങാം. അപ്പം എൻ്റെ കേൾസ് ഒന്നും ലൈക്ക് ഡാമേജ് ആവാതെ ഇരിക്കാൻ വേണ്ടിയാട്ടോ, അതിന് വേണ്ടിയുള്ളതാണിത്. സോ അടുത്ത നോക്കാം. 2 പില്ലോ കവർ. കണ്ടോ, നല്ല നീളമുണ്ട് കേട്ടോ പില്ലോ കവറിന്. എൻ്റെ പില്ലോക്ക് ഇത്ര നീളമുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതാ, നല്ല മെറ്റീരിയലാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. 2 പില്ലോ കവറ്, ഒരു ഹെയർ ബൺ, വലിയ ബണ്ണെന്ന് പറയാം, എന്താ പറയാന്ന് പറയുന്നത് കമന്റ് ചെയ്യാം. ഒരു വലിയ ബണ്ണ്, പിന്നെ സ്ക്രഞ്ചി, സാറ്റിൻ്റെ തന്നെ 3 സ്ക്രഞ്ചീസ്. കണ്ടോ, ഇതൊരു സെറ്റായിരുന്നു കേട്ടോ. സ്ക്രഞ്ചി, ഹെയർ ബൺ, പിന്നെ പില്ലോ കവർ, 2 പില്ലോ കവർ. ഇതെല്ലാം സാറ്റൻ്റെ പ്രോഡക്റ്റ്സ് ആണ്. സാറ്റൻ്റെ 3 പ്രോഡക്ട്സ്. ഇതിന്റെ പ്രൈസ് വന്നിട്ട് 183 എന്തോ ആണ്. യെസ്, ഇതിന്റെ ഇതിന്റെ പ്രൈസ് വന്നിട്ട് 183 ആണ്. എനിക്ക് ഓഫറിൽ 171 കിട്ടി. സോ ഞാൻ സ്ക്രീൻഷോട്ട് സൈഡിൽ ആഡ് ചെയ്യും. ഇതിന്റെ ഡിഫറെന്റ് കളേഴ്സ് ഉണ്ട് കേട്ടോ. ഇതിന്റെ ബ്ലാക്ക്, ബ്രൗൺ, റെഡ്, പിങ്ക് ഷെയ്ഡ് ഒക്കെ ഉണ്ടായിരുന്നു. ഗ്രീൻ, കുറേ ഷെയ്ഡ്സ് ഉണ്ട്. സോ എൻ്റെ ഫസ്റ്റ് പ്രോഡക്റ്റ് അതാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. സോ നെക്സ്റ്റ് പ്രോഡക്റ്റ് ഇത് അൺബോക്സ് ചെയ്യാം. ഇതെന്താന്ന് എനിക്ക് അറിയാം കേട്ടോ. നമുക്ക് നേരെ ഇത് അൺബോക്സ് ചെയ്യാം. ഞാൻ എന്തിനാ ഈ പ്രോഡക്റ്റ് വാങ്ങിച്ചേ എന്ന് പലർക്കും ഡൗട്ട് വരാൻ ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് പ്രോഡക്റ്റ് ഇതാണ്. ഇതെന്താന്ന് വെച്ചാൽ ഇതൊരു റാക്കാണ്, ബാത്റൂം റാക്ക്, അല്ലെങ്കിൽ കിച്ചണിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു റാക്കാണ്.
ഇത് നമുക്ക് സ്റ്റിക്ക് ചെയ്യാനൊക്കെ ഉള്ള സംഭവങ്ങൾ തന്നിട്ടുണ്ട്. ആണിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ഒരു ബാത്റൂം ആൻഡ് കിച്ചൺ റാക്കാണ്. എനിക്ക് PGയിൽ ബാത്റൂമിൽ വെക്കാൻ വേണ്ടിയാണ്. കാരണം എല്ലാവരുടെയും ഞാൻ 3 പേരുള്ള റൂമിലാണ് നിൽക്കുന്നത്. അപ്പോൾ എല്ലാവരുടെയും കൂടെ കാര്യങ്ങൾ വെക്കാനുള്ള സ്പേസ് ബാത്റൂമിലില്ല. സോ ഞാൻ എൻ്റെ പ്രോഡക്റ്റ്സ് ഒക്കെ വെക്കാൻ വേണ്ടി വാങ്ങിച്ചതാണ്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് ലെറ്റ് മീ ചെക്ക്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 152 ആണ്. ഞാൻ അതിൻ്റെ സ്ക്രീൻഷോട്ട് സൈഡിൽ എല്ലാത്തിൻ്റെ ആഡ് ചെയ്യാം. എനിക്ക് ഈ ഒരു ചെറുത് മതി. ഇതിന്റെ സെറ്റ് ആയിട്ടുള്ളതൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഒരു 1 പീസിന്റെ ആണ് വാങ്ങിച്ചത്. യെസ്, ഗുഡ്. സെക്കൻഡ് പ്രോഡക്റ്റ്. അയ്യോ, ഇതാണ് എൻ്റെ തേർഡ് പ്രോഡക്റ്റ്. എന്താന്ന് നോക്കാം. ഞാൻ എല്ലാ പ്രോഡക്റ്റും എനിക്ക് PGയിൽ ആവശ്യമുള്ള അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ ഇല്ല, ഞാൻ ആമസോൺ ഫ്ലിപ്കാർട്ടിലൊക്കെ നോക്കിയിട്ട് കുറച്ചുകൂടെ എനിക്ക് അഫോർഡബിൾ ആയിട്ട് തോന്നിയ ലൈക്ക് സെയിം പ്രോഡക്റ്റ്സ് തന്നെ ഇതിൽ കാണിക്കുന്നുണ്ടായിരുന്നു. പ്രൈസ് കുറച്ച്. അതുകൊണ്ടാട്ടോ ഞാൻ മീഷോ ചൂസ് ചെയ്യുന്നത് എപ്പോഴും. മേ ബി എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമല്ലോ. ഇത് 2 ടവലാണ്. ഹെയർ ടവൽ, മൈക്രോ ഫൈബർ ടവൽസ് ആണ്. 2 കോംബോ ആയിരുന്നു കേട്ടോ. ഇവരുടെ പാക്കേജും അടിപൊളിയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് വേണ്ടായിരുന്നു. 2 കളറാണ് ഞാൻ ഓർഡർ ചെയ്തത്. ഒരു ബ്ലൂവും ഒരു യെല്ലോ. ഇത് കോംബോ ആയിരുന്നു കേട്ടോ. കുളിച്ചൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഹെയർ, നനഞ്ഞ ഹെയർ നമ്മൾ തോർത്ത് യൂസ് ചെയ്യില്ലേ, അതിന് പകരമുള്ളതാണ്. ഇതൊരു സോഫ്റ്റ് മെറ്റീരിയലാണ്. മൈക്രോ ഫൈബർ ടവലാണ്. ഇതിങ്ങനെ കെട്ടിയിട്ട് ഇവിടെ കണ്ടേ നമുക്കിത് ലൈക്ക് ബട്ടൺ ചെയ്യാനുള്ളൊരു സംഭവമുണ്ട്. ഹെയർ കവർ ചെയ്തിട്ട് ഇതുപോലൊരു സംഭവത്തിൽ ഇത് നമുക്കിങ്ങനെ സെക്യൂർ ചെയ്ത് വെക്കാൻ പറ്റും. നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന ടവൽസ് യൂസ് ചെയ്യില്ലെന്ന് പറയും. അതുകൊണ്ട് മൈക്രോ ഫൈബർ ടവൽസ് നമ്മുടെ ഹെയറിനും നമ്മുടെ കുറച്ചുകൂടെ ബെറ്റർ ആണ്. സോ ഇതൊരു ബെറ്റർ ചോയ്സ് ആയിരിക്കും നിങ്ങൾക്ക് അഫോർഡബിൾ പ്രൈസിന് വേണമെങ്കിൽ. അപ്പോൾ എനിക്കിതിപ്പോഴും ഇഷ്ടമായിട്ടില്ല ഗൈസ്. ഇതിന്റെ പ്രൈസ് വന്നിട്ട് രണ്ടും കൂടെ 172 ആണ് കേട്ടോ. 172 ആണ് ഇതിന്റെ പ്രൈസ് വന്നിട്ട്. ബ്ലൂവും യെല്ലോ ആണ് എനിക്ക് കളറ്. ഇതിന് വേറെ കളേഴ്സ് ഇല്ലായിരുന്നു. അപ്പൊ നമ്മുടെ തേർഡ് പ്രോഡക്റ്റും കഴിഞ്ഞു. ഇനി ഫോർത്ത് പ്രോഡക്റ്റ്. ഇത് കുറച്ച് വലിയ ബോക്സ് അല്ലേ. ഈ പ്രോഡക്റ്റ് ഇത് ഞാൻ കുറേ വാങ്ങിക്കണോ വേണ്ടേ, ഇത് തന്നെ വാങ്ങിക്കണോ എന്നൊക്കെ ആലോചിച്ച് വാങ്ങിച്ചതാണ്. ഇതെനിക്ക് ഇഷ്ടപ്പെടുമോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഞാനിത് വെക്കും. കാരണം ഇത് PGയിലോട്ട് വാങ്ങിച്ചതായുണ്ട്. കാരണം ഇത് ഞാൻ എന്തായാലും നാട്ടിലൊന്നും കൊണ്ടുപോകാൻ പോകുന്നില്ല. ഈ സാധനം നാട്ടിലെനിക്ക് വേറെ ഉണ്ട്. എന്താ മനസ്സിലായോ ആർക്കെങ്കിലും? മടക്കാം. ഇതൊരു ലോണ്ടറി. ഇഷ്ടമായില്ല മണം, വല്ലാത്തൊരു സ്മെല്ല്. ആരും യൂസ് ചെയ്തതാണോ? അല്ലായിരിക്കും അല്ലേ. നല്ല പാക്കേജൊക്കെയാണ്. ശരി, സ്മെല്ല് ഇഷ്ടമായില്ല. അതെന്താ ഇങ്ങനൊരു മണം? ശരി. ഇതൊരു ലോണ്ടറി ബാഗാണ്. ലൈക്ക് നമുക്ക് അഴുക്കായ തുണിയൊക്കെ ഇടാൻ വേണ്ടി ഞാൻ വാങ്ങിച്ചേട്ടോ. ഇത് വേറെ കുറേ മോഡൽസ് ഉണ്ടായിരുന്നു. കാരണം എനിക്ക് കുറച്ച് സെക്യൂർ ആയിട്ടും അല്ലെങ്കിൽ അത്ര പ്രൈസി ആയിട്ടുള്ളത് വേണ്ടായിരുന്നു. കാരണം ഇത് എനിക്കിനി നാട്ടിലോട്ട് പോകുന്ന സമയത്ത് കൊണ്ടുപോകാനൊന്നും പറ്റത്തില്ലല്ലോ. മടക്കി എടുത്ത് കൊണ്ടുപോകാന്ന് പറയുന്നത് കുറച്ച് കഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ഏറ്റവും പ്രൈസ് കുറവ് നോക്കി വാങ്ങിച്ചാണ്. 99 രൂപ മാത്രമേ ഉള്ളൂ ഇതിന്റെ വില. യെസ്, ഞാൻ ഈ വാങ്ങിച്ചതിൽ ഏറ്റവും പ്രൈസ് കുറവുള്ള പ്രോഡക്റ്റ് ഇതാട്ടോ, ലോണ്ടറി ബാഗ്. ഇത് താണ്ടേ നമുക്ക് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് കവർ ചെയ്യാൻ, ലൈക്ക് നമുക്ക് അടച്ചൊക്കെ വെക്കാൻ പറ്റും. അങ്ങനെ വലിയ ജീവികളൊന്നും കേറാതെ സെക്യൂർ ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ്. സിപ്പൊക്കെ ഉണ്ട്. ഞാൻ പൊട്ടിക്കും.
നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. ഞാൻ കുറച്ചുകൂടെ ചെറുതായിരിക്കും എന്ന് പറഞ്ഞാണ് വാങ്ങിച്ചത്. കണ്ടോ കണ്ടോ കണ്ടോ. നമുക്കിത് അടച്ചൊക്കെ വെക്കാം ഡ്രസ്സൊക്കെ ഇട്ട്. സോ അതാണ് എൻ്റെ ലാസ്റ്റ് പ്രോഡക്റ്റ്, ലോണ്ടറി ബാഗ്. എനിക്കിഷ്ടപ്പെട്ടു. സ്മെല്ല് മാത്രം ചെറിയൊരു പ്രശ്നം, അത് കുഴപ്പമില്ല, ഡ്രസ്സ് ഇടാനല്ലേ, അത് അഴുക്ക് തുണികൾ, അപ്പം കുഴപ്പമില്ല. അതാണ് 99 രൂപയ്ക്ക് ഇത് എന്തുകൊണ്ടും അടിപൊളിയാണ് ഗൈസ്, അല്ലേ? നമുക്ക് കട്ടിലിൻ്റെ അടിയിലൊക്കെ ജസ്റ്റ് ലൈക്ക് ഒതുക്കി വെക്കാൻ പറ്റിയൊരു ഇതാണ്. കുറച്ചുകൂടെ പിന്നെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഞാൻ കാണുന്നില്ല. ഇഷ്ടപ്പെട്ടു. എനിക്ക് സ്മെല്ല് ഇഷ്ടപ്പെട്ടില്ല, പക്ഷെ സാധനം എനിക്ക് ഇഷ്ടപ്പെട്ടു. മണപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ ഇതൊക്കെയായിരുന്നു എൻ്റെ ഇന്നത്തെ മീഷോ പ്രോഡക്ട്സ് അൺബോക്സിംഗ് ഒക്കെ. ഇതായിരുന്നു എൻ്റെ അൺബോക്സിംഗ് വീഡിയോ ഇന്നത്തെ. ഞാനിപ്പോൾ വാങ്ങിച്ചത് മൈക്രോ ഫൈബർ ടവൽസ് ആൻഡ് ലൈക്ക് ഒരു സ്റ്റാൻഡ്, നമ്മുടെ ബാത്റൂമിലൊക്കെ ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റാൻഡ്. അതിൻ്റെ കൂടെ തന്നെ ഒരു നമ്മുടെ പില്ലോ കവറും സ്ക്രഞ്ചീസും ഒക്കെ കൂടെ ഉള്ള ഒരു സംഭവം എല്ലാം കൂടാണ് വാങ്ങിച്ചത്. ഞാൻ ഈ വാങ്ങിച്ച പ്രോഡക്റ്റ്സ് ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം അഫോർഡബിൾ പ്രൈസിൽ ഞാൻ വിചാരിച്ച പ്രോഡക്റ്റ് എനിക്ക് അതേപോലെ കിട്ടി കേട്ടോ. എനിക്കൊന്ന് അതാണ് മീഷോയുടെ കുറച്ചുകൂടെ ഗുണം. മീഷോന്ന് പ്രോഡക്റ്റ് ഇതുവരെ വാങ്ങിച്ചതിൽ എനിക്കതുപോലെ ഇങ്ങനെ ഞാൻ വിചാരിച്ച പ്രോഡക്റ്റ് അല്ലല്ലോ വന്നത്, ക്വാളിറ്റി കുറവാണല്ലോ, അങ്ങനെയൊന്നുമില്ല. നമ്മൾ കൊടുക്കുന്ന പ്രൈസിലേക്കാളും ലൈക്ക് നല്ല പ്രോഡക്റ്റാണ് അവരെനിക്ക് തരുന്നത്. എനിക്ക് പില്ലോ കവറാണ് കേട്ടോ കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത്. കാരണം നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല വലിയ പില്ലോ കവറ്. അപ്പോൾ എനിക്ക് എല്ലാ പ്രോഡക്റ്റും ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്കും എല്ലാ പ്രോഡക്റ്റും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ പ്രൈസിനത് 200 ബിലോയ്ക്ക് ഇത്രയും ക്വാളിറ്റിയിൽ പ്രോഡക്റ്റ് കിട്ടുന്ന വേറൊരു ആപ്പോ ഏതെങ്കിലും പ്ലാറ്റ്ഫോം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കാരണം എനിക്ക് മീഷോ മാത്രമേ അറിയത്തുള്ളൂ. മീഷോയിൽ അത്യാവശ്യം നല്ല അഫോർഡബിൾ പ്രൈസിന് നല്ല പ്രോഡക്റ്റ്സ് കിട്ടുന്നുണ്ട്. എനിക്കതുകൊണ്ട് മീഷോ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. സോ നിങ്ങൾക്ക് ഈ കാണിച്ച പ്രോഡക്റ്റ് ഒക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു, യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഈ പ്രോഡക്റ്റിൽ ഏതെങ്കിലും മീഷോയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളവരാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതേപോലെ വേറെ ഏതെങ്കിലും പ്രോഡക്റ്റിൻ്റെ റിവ്യൂസ് വേണം, നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ച് ട്രൈ ചെയ്യുമെന്നോ അങ്ങനെ എന്തെങ്കിലും ലൈക്ക് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ എനിക്ക് പറ്റുന്ന പ്രോഡക്റ്റ് ആണെങ്കിൽ വാങ്ങിച്ച് ട്രൈ ചെയ്യുന്നതായിരിക്കും. കാരണം ഞാൻ ഇടയ്ക്കിടയ്ക്ക് മീഷോയിൽ നിന്ന് പ്രോഡക്റ്റ്സ് ഒക്കെ വാങ്ങിക്കാറുണ്ട്. ഇനി ഇതുപോലുള്ള അൺബോക്സിങ് വീഡിയോസ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാൻ പറയുന്നു. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് മറക്കാതെ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ സ്റ്റേ ഹാപ്പി ഗൈസ്, ബൈ.